അപ്സി ഇവിടെ വാ ഒരു കാര്യം പറയട്ടെ. ഇനി പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോഴേ കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ സീനാണ്. കാരണം ഇപ്പോഴും നോക്കി കഴിഞ്ഞിട്ടില്ല മെസ്സേജുകൾ. ആ ഡെൽറ്റയുടെ കോഡ് സെറ്റിന് അത്രത്തോളം ഓർഡേഴ്സാണ് വന്നിരിക്കുന്നത്. നമ്മള് അതിൽ ഇനി എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവരുന്ന ഞാൻ അത്രയധികം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 500 അല്ലേ, അത്രയധികം കൊണ്ടുവന്നിട്ടുണ്ട്. 450-500 പീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ്, 2-3 മണിക്കൂറുകൾക്കുള്ളിലാണ് ഫുൾ പ്രോഡക്റ്റും സോൾഡ് ഔട്ട് ആയത്. അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ഏത് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രൊഡക്ഷൻ ആവുന്നുണ്ട്, പക്ഷെ ഇത്ര അധികം ഒരുമിച്ച് പ്രൊഡക്ഷൻ ആവുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്ര ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത്. ഇനിയും മെസ്സേജ് നോക്കി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. നമ്മൾ 5 മണിക്ക് വീഡിയോ ഇട്ടു, ഒരു 7-8 മണി വരെയുള്ള മെസ്സേജ് നോക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജസ് റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അതിനൊരു നെഗറ്റീവ് കമന്റ് അടക്കം വരുന്നുണ്ട്. കാരണം നമ്മുടെ വീഡിയോന്റെ ഇതിൽ തന്നെ വരുന്നുണ്ട്, മെസ്സേജ് നോക്കിയിട്ടില്ല, വാട്സപ്പിന് റിപ്ലൈ ഇല്ല, മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട്. പക്ഷെ എന്താ നമ്മൾ കാര്യത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വരുന്നതിന് ക്വാണ്ടിറ്റി ഞാൻ കാണിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതും ഞാൻ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ വേഗത്തിലാണ് ആ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയത്. നമ്മൾ ഇനിയും ഇൻഷാല്ല ഒരുപാട് നല്ല ഡെൽറ്റയുടെ പ്രിന്റിൽ കോഡ് സെറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. മെസ്സേജ് എടുക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ കുറേ കോൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ വർക്ക് നമുക്ക് പ്രശ്നങ്ങളാണ്. കാരണം കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. കോൾ എടുക്കാതാവുമ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ട്, നിങ്ങളുടേത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെസ്സേജസ് നോക്കുമ്പോൾ സ്റ്റാഫിനാണെങ്കിലും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒക്കെ ആയിട്ട് നമുക്ക് കോളിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ ടൈമിങ്ങിൽ ലാഗ് വരികയാണ്, ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സീനിയോറിറ്റി പ്രകാരമാണ് നമ്മൾ മെസ്സേജ് നോക്കിക്കൊണ്ട് വരുന്നത്. ഇനി ഒരുപാട് നെഗറ്റീവ്, എല്ലാവരും ഇതിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ആവശ്യമുള്ളവരാണ് വരുന്നത്. കൂടുന്നതിനനുസരിച്ച് പോസിറ്റീവിനേക്കാളും നെഗറ്റീവാണ് വരുന്നത്, കാരണം കിട്ടാത്തവർക്ക് വരുന്ന സമയത്ത്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യമല്ല നമ്മൾ കൊണ്ടുവരുന്നത്. പുതിയ അതിൽ പ്രിന്റും പാറ്റേണുകളും കിട്ടാത്തവർക്കായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. സ്ഥിരം എടുക്കുന്നവർക്കല്ലേ കൊടുക്കണമെന്നുള്ളത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. സീനിയോറിറ്റി പ്രകാരമാണ് നമ്മൾ ആരാണോ ആദ്യം മെസ്സേജ് അയച്ചത് അതിനനുസരിച്ചിട്ട് ആരാണോ നമ്മുടെ അപ്ഡേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്ത് വേഗം മെസ്സേജ് ചെയ്യുന്നത് അതിനനുസരിച്ച്. പിന്നെ നമ്മൾ ആർക്കും മെസ്സേജിന് റിപ്ലൈ ഇപ്പോൾ 2 ദിവസം ആയാലും 2 ദിവസം ഒന്നും എടുക്കില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ 1-1.5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ മെസ്സേജസിനും സോൾഡ് ഔട്ട് ആണെങ്കിൽ കൂടി അതിനുള്ള റിപ്ലൈ നൽകിയിട്ടാണ് അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം 2-3 വീഡിയോ വേണമെങ്കിൽ ഇടാം. പ്രൊഡക്റ്റിൽ നമ്മൾ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി നമ്മൾക്ക് കൂടുതലായിട്ട് അതൊരു കൂടുതലായിട്ട് നമ്മളത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം ഒരു വീഡിയോ നമുക്ക് മതി, അത് വൃത്തിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ മതി. നമ്മൾ എല്ലാവർക്കും നമ്മളൊരു 10 മിനിറ്റ്സ് ആണ് നമ്മൾ പേയ്മെൻറ്റിനുള്ള ടൈമിംഗ് അടക്കം കൊടുക്കുന്നത് ഡിമാൻഡിങ് പ്രൊഡക്റ്റുകളാകുമ്പോൾ. കാരണം വേഗത്തിൽ പേയ്മെൻറ്റ് ചെയ്യുക, ചിലപ്പോൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കൂ, ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ തരാമെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഡിമാൻഡ് ആ ഒരു പ്രൊഡക്റ്റ് അവർക്കായിട്ട് മാറ്റി വെച്ചിട്ട് ഒരുപാട് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ അതിനനുസരിച്ചൊരു ക്വിക്കായിട്ട് നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ പ്രോഡക്റ്റ് നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അമേരിക്കൻ കോട്ടണിൽ ഒരു ഇഷ്യൂ ആയി, ലെങ്ത് കമ്മി എന്ന് പറഞ്ഞൊരു അതിനനുസരിച്ച് കൂട്ടിയിട്ടുണ്ട്, 46 ആക്കിയിട്ടുണ്ട്. സ്ലീവിന്റെ ലെങ്ത് ഒക്കെ നമ്മുടെ നോർമൽ നമ്മുടെ കോട്ട് സെറ്റിന്റെ പോലെ തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇല്ല, റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. പ്ലാസോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പറയണതാണ്. കഴിഞ്ഞതില് പിന്നെന്താ അപ്പോൾ എല്ലാവരുടെയും വിഷമം പരിഹരിക്കാനുള്ള ഒരു ഇതും കൂടി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വല്ല കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ്. ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ ഗീവ് അവേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കോട്ട് സെറ്റിനെ നമുക്ക് ഗീവ് അവേ ആയിട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിന്റെ കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 പ്രിന്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തേയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലെങ്ത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. XXL ലേബിളാണ്. XL ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. ലെങ്ത് കൂട്ടിയിട്ട് റേറ്റിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. 290 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ. 290 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത്. ഇന്നത്തെ ഗീവ് അവേക്ക് നമ്മൾ നൽകാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ആണെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റ ആണെങ്കിൽ നിങ്ങളുടെ 2 ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യുക കേട്ടോ. പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക.
അതിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് ഈ ഒരു കോഡ് സെറ്റ് ഗീവ് അവേ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മച്ചന്തിയിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് പോകുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ. വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും കളറും ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഒരു സെമി പ്ലാസോ ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെച്ചബിൾ ആണ്. നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈ ഒരു കളർ പാറ്റേൺ ആണ്. സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നല്ല ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് കേട്ടോ പ്ലാസോ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ഈ ഒരു കളറ്. ഇഷ്ടപ്പെട്ടെങ്കിൽ വേണ്ടതിന് സ്ക്രീൻഷോട്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേണ്ടില്ലേ, നല്ല ഭംഗിയുള്ളതാണ്. പിന്നെന്താ, വേണ്ടില്ലേ, ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഒരുപാട് പേര് പ്ലസ് സൈസിൽ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. നമ്മൾക്ക് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അവർ നമ്മളെ പരിഗണിക്കില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമ്മൾക്കുള്ള ഡിമാൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ആ ഒരു സൈസിൽ കൊണ്ടുവരുന്നത്. ഈ 4XL 3XL ഒക്കെ നമ്മൾ മന്ത്ലി വൺസൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ. അങ്ങനെ 4 കളേഴ്സാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ 4 ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റിലാണ്. ഫസ്റ്റ് വൺ നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സെയിം തന്നെയാണ്. 3/4 സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ്. ഇതുപോലെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വി നെക്കായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സെമി പ്ലാസോ ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. 290 290 പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് കേട്ടോ. നെക്സ്റ്റ് നല്ല ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതില്ലേ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് അല്ലേ. ലാസ്റ്റ് ആയിരുന്നു അതല്ലേ അതുപോലെ. നെക്സ്റ്റ് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള പാറ്റേണും പ്രിൻറ്റുമാണ് വന്നിട്ട് 2 പ്രിൻറ്റിലായിട്ടാണ് 4 കളേഴ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ XLർക്ക് പറ്റിയിട്ടുള്ളത് കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. 3/4 സ്ലീവ്, സൈഡ് സ്ലിറ്റ്. ഇത് കുറച്ച് പ്രോഡക്റ്റ് മാത്രം അവൈലബിൾ ആയി, ലിമിറ്റഡ് സ്റ്റോക്കാണ്. പ്ലാസോ ബോട്ടോ തന്നെയാണ്. ഇതിന് 3 കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു കളറ്. സെക്കൻഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കാണുന്നില്ലേ, ബ്ലൂ ഷെയ്ഡ്. അതെ, ഈ ഒരു പ്രിൻറ്റ് XL എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തിട്ട് വേഗത്തിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഗീവ് അവേയിൽ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഒരുപാട് നല്ല കളക്ഷന് വേണ്ടി കാത്തിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.